BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ്ബിൽ നടന്ന ഇന്റർനാഷണൽ സീരീസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് 2024 സമാപിച്ചു. നവംബർ 17 നടന്ന ഗ്രാൻഡ് ഫിനാലെയിൽ ബഹ്റൈൻ ബാഡ്മിന്റൺ ആൻഡ് സ്ക്വാഷ് ഫെഡറേഷന്റെ സെക്രട്ടറി ജനറൽ ഹെഷാം അൽ അബ്ബാസി, ട്രഷറർ ഇബ്രാഹിം കമാൽ എന്നിവർ ടൂർണമെന്റിന്റെ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. വിജയികൾക്ക് സമ്മാനത്തുകയും ആകർഷകമായ BIS 2024 ട്രോഫികളും വിവിധ വിജയികൾക്കും റണ്ണേഴ്സ് അപ്പിനും സെമി ഫൈനലിസ്റ്റുകൾക്കും സമ്മാനിക്കുകയും ഇവന്റിന്റെ സ്പോൺസർമാർക്കും വിവിധ ടൂർണമെന്റ് ഉദ്യോഗസ്ഥർക്കും സംഘാടകർക്കും മെമന്റോകളും ചടങ്ങിൽ നൽകി. ബഹ്റൈൻ ബാഡ്മിന്റൺ ആൻഡ് സ്ക്വാഷ് ഫെഡറേഷനുമായി സഹകരിച്ച് ഇന്ത്യൻ ക്ലബ്ബ് സംഘടിപ്പിച്ച ബഹ്റൈൻ ഇന്റർനാഷണൽ സീരീസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് 2024 നവംബർ 12 മുതൽ 17 വരെയാണ് നടന്നത്. ബഹ്റൈൻ ബാഡ്മിന്റൺ ആൻഡ് സ്ക്വാഷ് ഫെഡറേഷൻ, BWF ബാഡ്മിന്റൺ ഏഷ്യ എന്നിവ നൽകിയ പിന്തുണയ്ക്കും പരിപാടിയുടെ എല്ലാ സ്പോൺസർമാർക്കും ഇന്ത്യൻ ക്ലബ്ബ് നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈൻ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന IYCC ബഹ്റൈൻ റിഫ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സിനോജ് ദേവസ്യ, മോനിച്ചൻ എന്നിവർക്ക് IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. ദേശീയ കമ്മിറ്റിയുടെ ഉപഹാരം പ്രസിഡന്റ് ഷിബിൻ തോമസ് ഇരുവർക്കും കൈമാറി. സംഘടനാ പ്രവർത്തന രംഗത്ത് ഇരുവരും നൽകിയ നന്മയിലൂന്നിയ എല്ലാ പിന്തുണയും എന്ന് ഓർമ്മിക്കുന്നതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി സ്വാഗതവും ആക്ടിംഗ് ട്രഷറർ മുഹമ്മദ് ജസീൽ നന്ദിയും പറഞ്ഞു. IYCC ബഹ്റൈൻ ദേശീയ കോർ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഏരിയ ഭാരവാഹികൾ, അഭ്യുദയകാംക്ഷികൾ അടക്കമുള്ളവർ സംബന്ധിച്ചു. ബ്രോസ് ആൻഡ് ബഡീസ് ക്രിക്കറ്റ് ടീം അംഗമായിരുന്ന സുനിൽ ജോർജിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന സുനിൽ ജോർജ് മെമ്മോറിയൽ ട്രോഫി ഡിസംബർ 6 വെള്ളിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷനുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഈ ടൂർണമെന്റിന്റെ 4ാം സീസൺ മത്സരങ്ങളാണ് ഈ വർഷം നടക്കുക. കഴിഞ്ഞ വർഷം ബഹ്റൈനിലെ 64 ക്രിക്കറ്റ് ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിജയകരമായി പൂർത്തിയാക്കിയ ടൂർണമെന്റിൽ ഈ വർഷം അതിലും കൂടുതൽ ടീമുകൾക്ക് അവസരം നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. ബുസൈദീനിലെ വിവിധ ഗ്രൗണ്ടുകളിലായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ബഹ്റൈൻ ഹാർട്ട് ടെന്നീസ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വൺഡേ ടൂർണമെന്റാണ് സുനിൽ ജോർജ് മെമ്മോറിയൽ ട്രോഫിയിൽ. ആകർഷകമായ സമ്മാനങ്ങളാണ് ടീമുകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. രജിസ്ട്രേഷൻ സൗജന്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 34125135 എന്ന നമ്പറിലോ 39778420 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ISROയുടെ അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹമായ ജിസാറ്റ്-20 വിജയകരമായി വിക്ഷേപിച്ചു. ചൊവ്വാഴ്ച അർദ്ധരാത്രി 12:01 ഫ്ലോറിഡയിലെ കേപ്പ് കനാവറയിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ജിസാറ്റുമായി പറന്നുയർന്നത്. 34 മിനിറ്റുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഉപഗ്രഹം വേർപെട്ട ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നിർമ്മിച്ച ഉപഗ്രഹത്തിന്റെ ഭാരം 4700 കിലോഗ്രാമാണ്. ISROയുടെ ഏറ്റവും ശക്തിയേറിയ വിക്ഷേപണ വാഹനമായ LVM-3യുടെ പരമാവധി വാഹക ശേഷിയേക്കാൾ കൂടുതലാണ് ഈ ഭാരം. അതിനാലാണ് വിക്ഷേപണത്തിന് സ്പേസ് എക്സിന്റെ സഹായം തേടിയത്. ടെലികോം ഉപഭോക്താക്കൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ ജിസാറ്റ്-20 സഹായിക്കും. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. സംഭവം നടന്ന 8 വർഷത്തിന് ശേഷമാണ് പരാതിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നതെന്നും സർക്കാർ വാദിച്ചെങ്കിലും പരാതിക്കാരി ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ പോയിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ ബേല M ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ 1 മാസത്തോളം നീണ്ടുനിന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ പാലക്കാട് മണ്ഡലം ഇന്ന് വിധിയെഴുതും. പാലക്കാട് സ്വന്തമാക്കാനുള്ള പോരാട്ടത്തിലാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിൽ UDF വിട്ട് CPMലേക്ക് വന്ന P സരിന് തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. കൃഷ്ണകുമാറിലൂടെ മണ്ഡലം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് BJP. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. തെക്കൻ ആൻഡമാൻ കടലിൽ വ്യാഴാഴ്ചയോടെ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് മുന്നറിയിപ്പ്. നവംബർ 23 ചക്രവാത ചുഴി ന്യൂനമർദ്ദമായും തുടർന്നുള്ള ദിവസങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായും ശക്തി പ്രാപിച്ച് തമിഴ്നാട് ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയെന്നും പ്രവചനമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈ സെൻട്രലിലേക്കും തിരിച്ചുമുള്ള സൂപ്പർഫാസ്റ്റ് മെയിലിന് 1 ജനറൽ കോച്ച് കൂടി. നേരത്തെ 3 ജനറൽ കോച്ചുകൾ ഉണ്ടായിരുന്നതാണ് 3 ദിവസം മുൻപ് 4 ആക്കിയത്. കൂടാതെ 1262 ട്രെയിനിന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഒരു ഡി റിസർവ്ഡ് കോച്ചുമുണ്ട്. ജനറൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് MP റെയിൽവേ മന്ത്രിക്കും അധികൃതർക്കും നിവേദനം നൽകിയിരുന്നു. പുതുതായി അനുവദിച്ച എറണാകുളം കൊല്ലം മെമു സ്പെഷ്യൽ ട്രെയിൻ നവംബർ 30 വരെ എന്നത് 2 ആഴ്ച കൂടി നീട്ടിയെന്നും റെയിൽവേ അറിയിച്ചു.
തൃശൂർ പൂരം അലങ്കോലമാക്കാൻ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ BJPയുമായി ഗൂഢാലോചന നടത്തിയെന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ. ഏപ്രിൽ 19 നടന്ന പൂരത്തിലെ പോലീസ് നിയന്ത്രണങ്ങളുടെ പേരിൽ തിരുവമ്പാടി വിഭാഗം ബഹിഷ്കരണ നീക്കം നടത്തിയതും ഗതാഗത നിയന്ത്രണമുള്ളിടത്തേക്ക് സുരേഷ് ഗോപി ആംബുലൻസിലെത്തിയതും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നും ദേവസ്വം ബോർഡ് സെക്രട്ടറി P. ബിന്ദു സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. പൂരം അലങ്കോലമാക്കിയതിൽ ഉന്നതതല അന്വേഷണവും നടപടിയും ആവശ്യപ്പെടുന്ന ഹർജികളിലാണ് വിശദീകരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുണ്ടാക്കാനുള്ള ചില രാഷ്ട്രീയ കക്ഷികളുടെ ശ്രമങ്ങളെ സഹായിക്കുന്ന പ്രവൃത്തി തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായതായി സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഈ കേസിലെ ഹർജിക്കാരനായ BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ, കണ്ണൂർ സ്വദേശിയായ സംഘപരിവാർ പ്രവർത്തകൻ വത്സൻ തില്ലങ്കേരി എന്നിവരുടെ സാന്നിധ്യം സംശയം ബലപ്പെടുന്നതാണ്. താനിടപെട്ട പ്രതിസന്ധി പരിഹരിച്ചെന്ന രീതിയിലുള്ള വസ്തുതാപരമല്ലാത്ത വാർത്തകൾ BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. പൂരം അലങ്കോലമായെന്ന് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ാണ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ ചെയ്തത്. മാധ്യമങ്ങളിലൂടെ വിവരമറിഞ്ഞെത്തിയ രീതിയിൽ പ്രശ്നത്തിൽ സുരേഷ് ഗോപി പരസ്യമായി ഇടപെടുകയായിരുന്നു. രാത്രി മഠത്തിൽ വരവ് സമയത്ത് 9 ആനകൾക്ക് പകരം ഒരാനയായി തിരുവമ്പാടി ദേവസ്വം ചുരുക്കി അലങ്കാര പന്തലുകളുടെ വിളക്കുകൾ അണച്ചു പൂരത്തിന്റെ ശോഭ നഷ്ടപ്പെടുത്തിയെന്നും പറയുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.